തലശ്ശേരി മണ്ണോളിക്കാവിൽ പോലീസിനെ ആക്രമിച്ച കേസിലെ പ്രതിയെ CPM പ്രവർത്തകർ മോചിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. പോലീസിനെ തടയാൻ ഗേറ്റ് പൂട്ടിയിടുന്നതും ദൃശ്യങ്ങളിൽ. കഴിഞ്ഞ ദിവസം പിടിയിലായ ലിനേഷാണ് ഗേറ്റ് പൂട്ടുന്നത്. സുനിൽ ഐസക് വിശദാംശം നൽകും. സുനിൽ, ഈ ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ CPM പ്രവർത്തകരുടെ ഇക്കാര്യത്തിലുള്ള പങ്ക് കൂടുതൽ ക്ലിയർ ആവുകയാണ്. പോലീസിന്റെ അന്വേഷണവും നടപടികളൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ആക്രമിച്ചു, പരിക്കേൽപ്പിച്ചു എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 27 CPM പ്രവർത്തകർക്കെതിരെ ആദ്യം കേസെടുത്തിരുന്നു. പിന്നീട് ആ കേസിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള പ്രതികളെ പിടിക്കാനായി എത്തിയ പോലീസിനെ തടഞ്ഞുവെന്നും ഗേറ്റിൽ പൂട്ടിയിട്ടുവെന്നും ഒപ്പം കസ്റ്റഡിയിലെടുത്ത പ്രതിയെ ബലമായി മോചിപ്പിച്ചു കൊണ്ടുപോയി എന്നുമാണ് മറ്റൊരു കേസ്. ആ കേസിൽ 55 CPM പ്രവർത്തകർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരുന്നത്. ഈ രണ്ട് കേസുകളിലും ഓരോ അറസ്റ്റ് വീതമാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. ആദ്യത്തെ കേസിൽ സഹദേവൻ എന്നയാളെയും, രണ്ടാമത്തെ പ്രതിയെ ബലമായി പോലീസ് വാഹനത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുപോയി എന്ന കേസിൽ ലിനേഷ് എന്നൊരാളെയുമാണ് അറസ്റ്റ് ചെയ്തിരുന്നത്. അതിൽ ലിനേഷിനെ അറസ്റ്റ് ചെയ്തത് ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഈ രണ്ട് കേസുകളും എടുത്തിരിക്കുന്നത് ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതിൽ ഈ ലിനേഷ് പ്രതിയെ ബലമായി മോചിപ്പിച്ചു കൊണ്ടുപോകുന്നതും ഒപ്പം പോലീസ് വാഹനം തടയുന്നതുമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം ലിനേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, ഷർട്ടിടാതെ അയാൾ വന്ന് പോലീസിനെ ഒരു ഗേറ്റിനപ്പുറത്തേക്ക് പൂട്ടിയിടുകയും ഒപ്പം പ്രതിയെ ബലമായി മോചിപ്പിച്ച് കയ്യിൽ പിടിച്ച് ആ ക്ഷേത്രവളപ്പിനപ്പുറത്തേക്ക് പോവുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാവുന്നുണ്ട്. ആ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്തായാലും പോലീസ് 55 CPM പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. പക്ഷെ ഇതിൽ ഒരൊറ്റ അറസ്റ്റ് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിരിക്കുന്നത്. ഈ കേസിൽ അതിൽ CPMന്റെ പ്രാദേശിക ഭാരവാഹികൾ അടക്കമുള്ള ആളുകൾ ഈ രണ്ടാമത്തെ കേസിൽ പ്രതിപട്ടികയിലുണ്ട്. എന്നാൽ അവരിലേക്കൊന്നും അറസ്റ്റ് നടപടികളൊന്നും പോയിട്ടില്ല. കൂടുതൽ അറസ്റ്റ് ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുമെന്ന് പോലീസ് അറിയിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നിലവിൽ 2 അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു. അതിൽ രണ്ടാമത്തെ അറസ്റ്റിന് കാരണമായത് ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.